ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റ്സ് അത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 4 ചിത്രങ്ങളാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാം തന്നെ 7-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ജനപ്രിയ നായകൻ്റെ ചിത്രമാണ് തങ്കമണി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഒരു റിയൽ ഇൻസിഡൻറ്റുമായി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് തങ്കമണിയുടെ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബസ്സും അല്ലെങ്കിൽ പതിറ്റാണ്ട് മുമ്പ് ഒരു നാടിന് നടക്കിയ ഒരു നാരായട്ടൻ്റെ ഒരു കഥ തന്നെയായിരുന്നു തങ്കമണിയുടെ സ്റ്റോറി. അപ്പോൾ ഇമോഷണൽ റിവെഞ്ച് സ്റ്റോറിയാണ് തങ്കമണി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തങ്കമണി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 7-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്നൊരു മലയാള ചിത്രം മാത്രമാണ് 7-ാം തീയതി മലയാളത്തിൽ നിന്ന് മാത്രം റിലീസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് 8-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദിനേശ് പോത്തൻ ടീം ഇന്ത്യയുടെ മനസ്സ വാച എന്നാണ് മൂടെ പേര്. ഒരു കള്ളന്മാരുടെ കോമഡി ട്രാക്ക് മൂവിയാണെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ അന്നേ ദിവസം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു മൂവിയാണ് ഈസിറ്റ് എന്നാണ് മൂവിയുടെ പേര്. വൈശാഖ് നായരാണ് ഇതിൽ ഹീറോയിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ആനന്ദം എന്ന ചിത്രത്തിൽ കുപ്പി എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ് ഇതിൽ ഹീറോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു നരഭോജിലെ കഥയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബംഗ്ലാവിൽ അകപ്പെടുന്ന 4 ചെറുപ്പക്കാരെ എത്തിപ്പെടുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് ഭയങ്കര വയലൻസ് നിറഞ്ഞ ചിത്രമെന്നും മുന്നേ തന്നെയാണ് ഇതിൻ്റെ അണിയർപ്രവർത്തകർ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയ്ക്ക് മനുഷ്യമാംസം കഴിക്കുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഒരു പക്ഷേ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകും. കാരണം അത്ര അലസപ്പെടുത്തുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കപ്പെടുന്നത്. എന്തായാലും ഈസിറ്റ് എന്ന് പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ അന്നേ ദിവസം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമകാലിക പ്രസക്തിയുള്ള ചിത്രമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം. ഇത് മുന്നേ ഒരു ഭാരത സർക്കാർ എന്നായിരുന്നു. പിന്നീട് കുറേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിൻവലിച്ചിട്ട് ഒരു ഭാരത സർക്കാർ മറ്റ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ ഒരു പേരായിട്ടാണ് പിന്നീട് അവർ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സുദീപ്, അതുപോലെ തന്നെ ഷെല്ലി തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായ താരങ്ങളായി വന്നിട്ടുള്ളത്. ഇതൊരു എന്താ പറയുക, നല്ലൊരു സബ്ജക്റ്റ് തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ട്രെയിലർ കണ്ടാൽ തന്നെ പുതിയൊരു രീതിയിൽ തന്നെ ആരും ഇതൊരു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഏതൊരു വ്യക്തിക്കും ട്രെയിലർ കണ്ടാൽ മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേറെ ചിത്രങ്ങളാണ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഏത് ചിത്രമായിരിക്കാം നമ്മുടെ ഒരു പക്ഷേ പ്രതീക്ഷിക്കാതെ വിൻ ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു വലിയ മലയാളത്തിൻ്റെ തലവര മാറ്റാൻ ചാൻസ് ചിത്രം എന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് ഷോ കാണുന്ന ചിത്രം ഏതൊക്കെയാണ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. തങ്കമണിക്കാണോ അതോ മനസ്സാവാജിയാണോ ഈസിറ്റാണോ ഒരു സർക്കാർ ഉൽപ്പന്നമാണെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചേർന്ന കാര്യം പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.